കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. എം വിൻസെന്റിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ അതിജീവിത. വിൻസെന്റിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ പുറത്തുവന്നത് അതിജീവിതമാരോട് കോൺഗ്രസിനുള്ള ഇരട്ടത്താപ്പെന്ന് അതിജീവിത. രാഹുൽ മാങ്കൂട്ടത്തിലും എൽദോസ് കുന്നപ്പള്ളിക്കും സീറ്റ് അനുവദിച്ചത് എന്തുകൊണ്ടാണെന്ന് അതിജീവിത ചോദിച്ചു. തങ്ങൾ ജീവിക്കുന്നത് വിൻസെന്റിന്റെ ഗുണ്ടകളെ ഭയന്നാണെന്നും അതിജീവിത. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും കത്തയച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനും എൽദോസ് കുന്നപ്പള്ളിക്കും അവർക്ക് സീറ്റ് കൊടുത്തില്ല. എന്നിട്ട് പിന്നെ വിൻസെൻറ്റിന്, ഇത്രയും വലിയൊരു കേസിൽ പ്രതിയായ വിൻസെൻറ്റിന് എന്തുകൊണ്ടാണ് സീറ്റ് കൊടുത്തത്? ഞങ്ങൾ അവരുടെ ഈ ഗുണ്ടകളെ കണ്ട് പേടിച്ചിട്ട് ഒതുങ്ങി ജീവിക്കുന്നതാണ് ഇവിടെ. ഞങ്ങൾ പ്രതികരിച്ചാൽ ഞങ്ങളെ കൊല്ലും. ഞാനിപ്പോൾ വീണ്ടും ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ്. അവൻ്റെ സ്വാധീനം ഉപയോഗിച്ചും അവൻ്റെ പവർ ഉപയോഗിച്ചും അവൻ കേസ് മുന്നോട്ട് നീട്ടി കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. എന്നെ മാനസികമായിട്ട് ഒരുപാട് തളർത്തി ആൾക്കാരെ വിട്ട്. ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് വീട് വെച്ച് തന്നു, പിന്നെ കള്ളക്കേസാണ് എന്നെല്ലാം അപവാദങ്ങൾ പറഞ്ഞ് പരത്തി നടക്കുകയാണ്. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മാനസികമായി തളർന്നയായിരിക്കുകയാണ്. ഇവൻ്റെ സീറ്റ് നിഷേധിക്കണം. ഇവൻ ഇനി ഈ കോവളം മണ്ഡലത്തിൽ ഞങ്ങൾക്ക് വേണ്ട. ഭീഷണിയുണ്ട്. എനിക്കിപ്പോഴും സൈബർ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ ഗുണ്ടകൾ ഞങ്ങൾ വഴി നടക്കാൻ വിടുന്നില്ല. അവർ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്. ഇതിൽ എന്നെ മാത്രം ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേദന മാത്രം തന്നുകൊണ്ടിരിക്കുകയാണ് 9 വർഷം കൊണ്ട്. എൻ്റെ കണ്ണീര് തോർന്നിട്ടില്ല. കോവളത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എം വിൻസെന്റിനെതിരെ അദ്ദേഹത്തിൻ്റെ ബലാത്സംഗ കേസിലെ ഇരയായിട്ടുള്ള യുവതി ആഞ്ഞ് അടിക്കുകയാണ്. ഇയാൾക്ക് മാത്രം എന്തുകൊണ്ട് സീറ്റ് നൽകി എന്നുള്ള ചോദ്യമാണ് അതിജീവിത ഉന്നയിക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളിക്കും രാഹുൽ മാങ്കൂട്ടത്തിലും സീറ്റ് നിഷേധിച്ചപ്പോൾ എം വിൻസെന്റിന് മാത്രമായി സീറ്റ് നൽകാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമാക്കണം എന്നുള്ളതാണ് അതിജീവിത ആവശ്യപ്പെടുന്നത്. എം വിൻസെന്റിന്റെ ഗുണ്ടകളെ ഭയന്ന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നും പരാതിക്കാരി പറയുന്നു. കോൺഗ്രസിന് അതിജീവിതമാരോട് ഇരട്ടത്താപ്പാണ് എന്ന ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനും അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളിക്കും സീറ്റ് അനുവദിച്ചില്ല. അതേസമയം തന്നെ വിൻസെന്റിന് സീറ്റ് നൽകുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകി എന്നുള്ളതും അതിജീവിത വ്യക്തമാക്കുന്നു. തന്നെ ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യമാണ്. വിൻസെന്റിന്റെ ഗുണ്ടകൾ നിരന്തരമായി തന്നെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയുണ്ട് എന്നും പരാതിക്കാരി പറയുന്നു. ഇക്കാര്യങ്ങളൊക്കെ തന്നെ പലതവണ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു എന്നും അതിജീവിത പറയുന്നുണ്ട്. എന്നാൽ എം വിൻസെന്റിന് പ്രത്യേകമായ പരിഗണനയാണ് കോൺഗ്രസിൽ ലഭിക്കുന്നത് എന്നുള്ളതാണ് പരാതിക്കാരി അതിജീവിത വ്യക്തമാക്കുന്നത്. ഷീജ ചേരുകയാണ്. ഷീജ, വിശദാംശം. തീർച്ചയായും ഷമ്മി, ഏതായാലും ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വ വിഷയം ചർച്ചയായ ഘട്ടത്തിൽ തന്നെ ഈ കേസിലെ, അതായത് എം വിൻസെന്റുമായി ബന്ധപ്പെട്ട് എം വിൻസെന്റ് ബലാത്സംഗം ചെയ്ത കേസുമായി ബന്ധപ്പെട്ടുള്ള അതിജീവിതയാണ് ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവർ തന്നെ പറയുന്നത് ഇത്തരത്തിൽ വിൻസെന്റിനെ വീണ്ടും പരിഗണിക്കുന്നു എന്ന് അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ പ്രധാനമായും രാഹുൽ ഗാന്ധിക്കും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും ഉൾപ്പെടെ കത്തയച്ചിരുന്നു. ഈ വിൻസെന്റിനെ സ്ഥാനാർത്ഥിയാക്കരുത്, കാരണം തന്നെ ഇപ്പോഴും നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് എം വിൻസെന്റ് എന്ന് പറയുന്നത്. അയാൾക്ക് ഇനിയും ഒരു അവസരം കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വിൻസെന്റിനെ മത്സരിപ്പിക്കരുത് എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ കത്തയച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ കത്ത് പരിഗണിച്ചിട്ടില്ല കോൺഗ്രസ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ അതിജീവിതകളോട് ഇരട്ടത്താപ്പാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് സമീപനം എന്നുള്ളതും ഇതിൽ നിന്നും വ്യക്തമാകുന്നു എന്നുള്ള കാര്യവും അവർ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെയും എൽദോസ് കുന്നപ്പള്ളിയെയും മത്സരിപ്പിക്കാൻ തയ്യാറാകാത്തവർ ഏത് സാഹചര്യത്തിലാണ് എം വിൻസെന്റിനെ മത്സരിപ്പിക്കാൻ തയ്യാറായത് എന്നുള്ളതും അതിജീവിത ചോദിക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോഴും നിരന്തരം എൻ വിൻസെന്റിന്റെ ആൾക്കാർ ഗുണ്ടകൾ തന്നെ ഭീഷണിപ്പെടുത്തുന്നു. താനും കുടുംബവും ആത്മഹത്യയുടെ വക്കിൽ, താൻ നേരത്തെ ആത്മഹത്യക്ക് ഒരു തവണ ശ്രമിച്ചിരുന്നു. അതിനുശേഷം താൻ ജീവിതം ചെറിയ തോതിൽ കെട്ടിപ്പടുത്ത് വരുന്ന ഒരു
സാഹചര്യമായിരുന്നു. പക്ഷേ നിരന്തരം അവരുടെ ഭീഷണി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. തനിക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് വിൻസെന്റിന്റെ ആളുകൾ കാരണം കോവളം തന്റെ വീടിനും സമീപത്തുമായി ഒക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇനി ഒരു തവണ കൂടി ഇവിടെ നിന്നും മത്സരിക്കുകയാണെങ്കിൽ തന്നെ തന്റെ ജന്മസ്ഥലത്ത് നിന്ന് തന്നെ പുറത്തേക്ക് ഇവിടെ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് കൂടിയായിരിക്കും വിൻസെന്റിന്റെ സംഘവും ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ താനും കുടുംബവും ഇപ്പോൾ ഒരു ആത്മഹത്യയുടെ വക്കിലാണ്. തന്റെ കണ്ണീര് ഇതുവരെയും വറ്റിയിട്ടില്ല. അപ്പോഴാണ് ഈ രീതിയിലുള്ള നീക്കങ്ങൾ കൂടി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് അതിജീവിത ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഷമി, ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്.